നമസ്കാരം. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് വരെയുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ DMKയ്ക്കും മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന MK സ്റ്റാലിനും എതിരാളികൾ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലും പുതുച്ചേരിയിലെ ഒരു സീറ്റിലും ഉൾപ്പെടെ ആകെ 40 സീറ്റുകളിലും DMK നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഉജ്ജ്വല വിജയം നേടിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ പെട്ടെന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള നടൻ വിജയ് TVK എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതോടെ ശരിക്കും ത്രികോണ മത്സരമാണ് തമിഴ്നാട്ടിൽ എമ്പാടും ഉണ്ടായിരിക്കുന്നത്. ഈ ത്രികോണത്തിൽ ശരിക്കും ചങ്കടിക്കുന്നത് DMKയ്ക്ക് തന്നെയാണ്. കാരണം അവരുടെ വോട്ട് ബാങ്കാണ് വിജയുടെ പാർട്ടി ചോർത്തുന്നതെന്നാണ് പറയുന്നത്. പുതിയ അഭിപ്രായ സർവേകൾ പ്രകാരം തമിഴകത്ത് ഇക്കുറി കടുത്ത മത്സരമാണ്. 2026 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുറത്തു വന്ന സർവേ ഫലങ്ങൾ കടുത്ത മത്സരമെന്നാണ് വിലയിരുത്തുന്നത്. INS മാട്രിക്സ് സർവേ ഭരണമാറ്റമാണ് പ്രവചിക്കുന്നത്. ആകെയുള്ള 234 സീറ്റുകളിൽ AIADMKയുടെ നേതൃത്വത്തിലുള്ള സഖ്യം 114 മുതൽ 127 വരെ സീറ്റുകൾ നേടി ഭരണം പിടിക്കുമെന്നാണ് INS മാട്രിക്സ് സർവേ സൂചിപ്പിക്കുന്നത്. DMK സഖ്യത്തിന് 104 മുതൽ 114 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം. AIADMK സഖ്യം 39 മുതൽ 40% വോട്ട് വിഹിതം നേടുമെന്നും കണക്കാക്കുന്നു. DMK സഖ്യത്തിന് 37 മുതൽ 38% വരെ വോട്ട് ലഭിച്ചേക്കാം. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം 6 മുതൽ 12 വരെ സീറ്റുകൾ നേടി നിർണായക സ്വാധീനമാകുമെന്നും സർവേ കരുതുന്നു. TVKയ്ക്ക് ഏകദേശം 13 മുതൽ 15% വരെ വോട്ട് വിഹിതം ലഭിക്കാനും സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ മധ്യ തമിഴ്നാട് ഒഴികെയുള്ള മറ്റെല്ലാ മേഖലകളിലും AIADMK സഖ്യം മുന്നേറ്റം നടത്തുമെന്നും മാട്രിക്സ് സർവേ പ്രവചിക്കുന്നു. എന്നാൽ പാരാവിൽ നടത്തിയ സർവേ ഫലങ്ങൾ പ്രകാരം നിലവിലെ ഭരണകക്ഷിയായ DMK സഖ്യം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ദ വൈറൽ പ്രസിദ്ധീകരിച്ച സർവേയിൽ 41.5% വോട്ട് വിഹിതത്തോടെ DMK ഒന്നാം സ്ഥാനത്ത് തുടരുമെന്ന് പ്രവചിക്കുന്നു. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജനകീയ ക്ഷേമ പദ്ധതികൾ സർക്കാരിന് തുണയാകുമെന്ന് ഈ സർവേ പറയുന്നു. 36.2% വോട്ട് വിഹിതത്തോടെ പ്രധാന പ്രതിപക്ഷമായ AIADMK രണ്ടാമതെത്തും. നടൻ വിജയുടെ പാർട്ടി 13.6% വോട്ട് വിഹിതത്തോടെ തമിഴ് രാഷ്ട്രീയത്തിലെ നിർണായകമായ മൂന്നാം ശക്തിയായി മാറും. യുവാക്കൾക്കിടയിലും കന്നി വോട്ടർമാർക്കിടയിലും TVKയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് സർവേ പറയുന്നു. സീമാന്റെ നേതൃത്വത്തിലുള്ള NTK എന്ന നാം തമിഴർ കക്ഷി 7.9% വോട്ട് വിഹിതം നേടുമെന്നും സർവേ കണക്കാക്കുന്നു. ഇതും നിർണായകമായ വോട്ടാണ്. ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ TVK പലയിടത്തും രണ്ടാം സ്ഥാനത്തെത്താൻ സാധ്യതയുണ്ടെന്നും പാരാവിൽ സർവേ സൂചിപ്പിക്കുന്നു. അഗ്നി ന്യൂസ് സർവീസ് എന്ന ANS പുറത്തുവിട്ട അഭിപ്രായ സർവേ ഭരണകക്ഷിയായ DMK സഖ്യം വൻ വിജയം നേടുമെന്നാണ് പ്രവചിക്കുന്നത്. ആകെയുള്ള 234 സീറ്റുകളിൽ 180 സീറ്റുകൾ വരെ നേടി DMK സഖ്യം അധികാരം നിലനിർത്തുമെന്ന് സർവേ പറയുന്നു. ഇവർക്ക് ഏകദേശം 44.9% വോട്ട് വിഹിതം ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. തെക്കൻ ജില്ലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും DMK വ്യക്തമായ ആധിപത്യം പുലർത്തുന്നുണ്ടെന്നും സർവേ പറയുന്നു. പ്രധാന പ്രതിപക്ഷമായ AIADMK സഖ്യത്തിന് 54 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നും സർവേ പറയുന്നു. ഇവർക്ക് ഏകദേശം 38% വോട്ട് ലഭിച്ചേക്കാം. ചെന്നൈ നഗരത്തിൽ AIADMKയ്ക്ക് വലിയ തിരിച്ചടി നേരിടുമെന്നും പ്രവചനമുണ്ട്. വിജയുടെ തമിഴക വെട്രിക്കഴകം 9.7% വോട്ട് വിഹിതം നേടുമെന്ന് കണക്കാക്കുന്നുണ്ടെങ്കിലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം പ്രവചിക്കുന്നില്ല. സീമാന്റെ നാം തമിഴർ കക്ഷി 4.8% വോട്ടും മറ്റുള്ളവർ 2.1% വോട്ടും നേടുമെന്ന് അഗ്നി ന്യൂസ് സർവേ വ്യക്തമാക്കുന്നു. ഈ സർവേ മാത്രമാണ് DMK സഖ്യത്തിന് കൃത്യമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. ന്യൂസ് 18 സർവേയിൽ DMK സഖ്യത്തിന് നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. DMK സഖ്യത്തിന് 113 മുതൽ 123 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. വോട്ട് വിഹിതം ഏകദേശം 40.1% ആയിരിക്കുമെന്നും കണക്കാക്കുന്നു. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന AIADMK സഖ്യം 106 മുതൽ 116 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട്. ഇവരുടെ വോട്ട് വിഹിതം 38.1% ആയിരിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. നടൻ വിജയുടെ പാർട്ടി 2 മുതൽ 8 വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. എങ്കിലും ഏകദേശം 14.8% വോട്ട് വിഹിതം നേടിക്കൊണ്ട് ഒരു നിർണായക മൂന്നാം ശക്തിയായി TVK മാറുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ DMKയ്ക്ക് ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ഇത്തവണയെന്ന് ഉറപ്പാണ്. ഇതുവരെ മുഖ്യമന്ത്രി സ്റ്റാലിനൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കണ്ടെത്താനും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെയും ജനപ്രീതി ഇപ്പോൾ ഉയരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MK സ്റ്റാലിന് 39.9% പേരുടെ പിന്തുണ ലഭിച്ചപ്പോൾ എടപ്പാടി പളനിസ്വാമിക്ക് 37.5% പേരുടെ പിന്തുണയുണ്ടെന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് സ്റ്റാലിന് തൊട്ടുപിറകിൽ തന്നെ പളനിസ്വാമിക്ക് എത്താനായി. അതുപോലെ നടൻ വിജയുടെ പാർട്ടിയുടെ കടന്നുവരവ് ഒരു ത്രികോണ മത്സരത്തിനാണ് വഴിയൊരുക്കുന്നത്. യുവാക്കളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെയും പിന്തുണ TVKയ്ക്കാണ്. TVK പലയിടത്തും ഭരണകക്ഷിയായ DMK സഖ്യത്തിന് വെല്ലുവിളിയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അഭിപ്രായ സർവേ ഫലങ്ങളും ഈ അവസ്ഥയാണ് കാണിക്കുന്നത്. DMKയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ യുവാക്കൾ, ദളിത് വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കിടയിൽ വിജയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. തമിഴ്നാട്ടിലെ DMK AIADMK എന്ന ദ്വിമുഖ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഒരു മൂന്നാം ബദലായി ഉയരാനാണ് വിജയ് ശ്രമിക്കുന്നത്. നേരത്തെ BJPയുമായി സഖ്യമുണ്ടാക്കാനുള്ള ക്ഷണം വിജയ് നിരസിച്ചിരുന്നു. സംഘപരിവാറിന്റെ ചിരകാല അഭിലാഷങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലേക്ക് ശക്തമായി കടന്നു കയറണമെന്നത്. എന്നാൽ മുഖ്യധാര ദ്രാവിഡ പാർട്ടികളിൽ തട്ടി അത് തകരുകയായിരുന്നു. എന്നാൽ ഇത്തവണ BJPയും AIADMKയും അടങ്ങുന്ന NDA സഖ്യം തമിഴ്നാട്ടിൽ DMKയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുകയാണ്. നടൻ വിജയുടെ പാർട്ടിയായ TVK വലിയ രീതിയിൽ DMKയുടെ വോട്ടുകൾ ചോർത്തുമെന്നാണ് ഭീതി. ഇതോടെ തമിഴകത്ത് BJP AIADMK സഖ്യം കൂടുതൽ പ്രതീക്ഷയിലുമാണ്.